ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സനീറ്റ. യഥാർത്ഥ പേരല്ല. എനിക്ക് 30 വയസ്സാകുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 4 വർഷം കഴിഞ്ഞു മാഡം. വീട്ടുകാർ ആലോചിച്ച് തീരുമാനിച്ച ഒരു വിവാഹമാണിത്. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ആരും ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് എനിക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു. നല്ലൊരു ബിസിനസ്സുകാരൻ, പലപ്പോഴും ബിസി ആയിരിക്കും. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. വിവാഹത്തിന് മുമ്പ് എന്നോട് വളരെ സോഫ്റ്റായിട്ടാണ് സംസാരിച്ചത്. നല്ല രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ അന്നേരം ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടാണ് ഞാനും സന്തോഷത്തോടുകൂടി വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ ഹസ്ബൻഡ് വ്യത്യസ്തനായ ഒരാളാണ്. ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള വർക്ക് ലോഡ് ഉണ്ടായിരുന്നു മാഡം. കാര്യം, അദ്ദേഹത്തിന് 5-10 മിനിറ്റ് മാത്രമേ ഉള്ളൂ സ്നേഹപ്രകടനങ്ങൾ. അത് കഴിഞ്ഞാൽ കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങിയാണ്. ആദ്യ ദിവസം തന്നെ എനിക്കിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒത്തിരി പാടായിരുന്നു. പ്രയാസമുള്ള കാര്യമല്ലേ മാഡം? അത്രയൊന്നും നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ. സാവധാനമല്ലേ മല കയറാൻ പറ്റൂ. ഇതങ്ങനെയല്ല. ഒറ്റയടിക്ക് മല കയറിയിട്ട് താഴേക്കിറങ്ങുന്ന പ്രതീതിയായിരുന്നു. എങ്കിലും ഭർത്താവായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും പുള്ളിയുടെ ഭാവം മാറി. കാര്യം, പിൻവാതിൽ കൂടിയുള്ള പ്രവേശനങ്ങളാണ് പുള്ളിക്ക് ഒത്തിരി താല്പര്യം. അതിന് എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. എനിക്ക് പേടിയാണ്, ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ സമ്മതം ഒന്നും ചോദിച്ചില്ല മാഡം. എപ്പോഴും പുള്ളി പിൻവാതിലുകൾ തേടി ചെന്നുകൊണ്ടിരുന്നു. എനിക്ക് ഒത്തിരി സഹിക്കേണ്ടി വന്നു. പക്ഷേ വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ ആശ്വാസം. പക്ഷേ ഈ ബന്ധം ഉപേക്ഷിച്ച് പോകണമെന്ന് 100 വട്ടം എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ വീട്ടുകാർ, നാട്ടുകാർ ഇവരോടൊക്കെ എന്ത് പറയും? അതിനിടയ്ക്ക് ഒരു കുട്ടിയുമായി. മുൻവാതിലുകളോട് താല്പര്യമില്ലാത്ത ഭർത്താവ് പലപ്പോഴും ഞാനൊന്ന് അപേക്ഷിക്കുമ്പോൾ മാത്രമാണ് മുൻവാതിലിലേക്ക് വരിക. അല്ലാത്തപ്പോഴെല്ലാം പിൻവാതിലിലൂടെ മാത്രം പ്രവേശിക്കുന്ന ഒരാളായി എൻ്റെ ഭർത്താവ് മാറിയിരുന്നു. പോകെ പോകെ ഞാനതുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്തെങ്കിലും ആകട്ടെ, ആഴ്ചയിലൊരിക്കലോ മാസത്തിൽ 5 വട്ടമോ ഒക്കെയല്ലേ ഉള്ളൂ, സാരമില്ല, എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞാനും തീരുമാനിച്ചു. എന്നെപ്പോലെ മറ്റു പല പെണ്ണുങ്ങളും കാണുമായിരിക്കും മാഡം ഈ ലോകത്ത്. എന്തായാലും ഭർത്താക്കന്മാരെ അഡ്ജസ്റ്റ് ചെയ്യാനും ഭാര്യമാരെ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പഠിച്ചെങ്കിൽ മാത്രമേ വിവാഹ ജീവിതത്തിൽ നിൽക്കാവൂന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നത് കൊണ്ടാണ് ഇതൊക്കെ സഹിച്ച് ഞാൻ നിന്നത്. ഞാനൊരു കാര്യം മാത്രം പറയാം, എനിക്ക് ഇതൊരു തരം പോലും ഇഷ്ടമല്ല. എനിക്കത് ഒരു രസവും തോന്നിയിട്ടില്ല. മറ്റു ചില പെണ്ണുങ്ങളൊക്കെ വീഡിയോയിലും മറ്റും അവർക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ ഇത് പെരുമാറുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിലും എനിക്കത് ആസ്വദിക്കാനേ പറ്റിയിട്ടില്ല. എൻ്റെ കുഴപ്പമാണോ അതോ ഇനി മറ്റുള്ളവരുടെ കുഴപ്പമാണോന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പോന്നു. പിന്നെ യഥാർത്ഥത്തിൽ സ്നേഹമുള്ള ഒരാണിൻ്റെ കൂടെയുള്ള ജീവിതം എന്താണെന്ന് എനിക്കറിയില്ല. അത് ആഗ്രഹിക്കുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ അതിന് തുനിഞ്ഞിട്ടില്ല. അത് ശരിയാവില്ല എന്നറിയാം. കാരണം 2 വീട്ടുകാരും നല്ല സ്നേഹമുള്ളവരാണ്. ഇങ്ങേരെ ഈ സമയത്ത് മാത്രമേ ഉള്ളൂ ഇത്തരം പ്രവർത്തനങ്ങൾ. അല്ലാത്തപ്പോൾ വാരിക്കോരി എന്തിനും സഹായിക്കുന്ന ആളാണ്. എൻ്റെ വീട്ടുകാരെ സഹായിക്കും. അതുമാത്രമല്ല, ഞാൻ ചോദിക്കുന്നതൊക്കെ വാങ്ങിത്തരും. ഇഷ്ടം പോലെ പണവുമുണ്ട്. അപ്പോൾ ഈ ഒരു 1-2 മണിക്കൂർ ഞാൻ സഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ബാക്കിയെല്ലാ സൗഭാഗ്യങ്ങളാണല്ലോ എന്നോർത്ത് ഞാൻ പിടിച്ചു നിന്നു. കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കാണാൻ വന്നത്. എൻ്റെ കൂടെ പഠിച്ചവളാണ്. അവളെ കെട്ടിച്ചിരിക്കുന്നതും ഭർത്താവിൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മാറിയാണ്. ഭർത്താവിൻ്റെ വീട്ടുകാരെയൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷേ അവളും ഭർത്താവും ചെന്നൈയിലാണ്. പലപ്പോഴും മാത്രമേ വരികയുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നതാണ്. പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തനിച്ചായി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരി എന്നോട് പറഞ്ഞു, എന്നാലും മോളെ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത്രയും പ്രശ്നത്തിന് നടുവിലും നീ നല്ല സന്തോഷവതിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ കുഞ്ഞിനെയും കൊണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് പ്രശ്നം? എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ഞെട്ടിയിട്ട്, അപ്പോൾ നീ ഒന്നും അറിഞ്ഞില്ലേന്ന് ചോദിച്ചു. എന്തറിഞ്ഞില്ലേന്നാ? എൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും പറ്റിയോടി എന്ന് ഞാൻ ചോദിച്ചു. വീട്ടുകാർക്കല്ലടി, ആർക്കൊന്നും പറ്റിയില്ല. നിൻ്റെ ഹസ്ബൻഡ് എന്ത് പറ്റി? അങ്ങനെ 10 മിനിറ്റ് മുമ്പ് എന്നെ വിളിച്ചാണല്ലോ. എടി, അതൊന്നുമല്ല, നീ ഒന്നും അറിഞ്ഞില്ലേ? ടെൻഷൻ അടിപ്പിക്കാതെ നീ കാര്യം പറയാം. എടി, ഞാൻ പറയാം കേട്ടോ, ഇത് സത്യം തന്നെയാണ്. ഞാൻ ആദ്യം ഓർത്തത് പരദൂഷണമാണെന്നാണ്. പിന്നീട് ഞാൻ ഒന്ന് അന്വേഷിച്ചറിഞ്ഞു. ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് കേൾക്കുക, നിൻ്റെ ഭർത്താവില്ലേ, നിങ്ങളൊരു ബന്ധുക്കാരിയില്ലേ ആ ടൗണിനടുത്ത് താമസിക്കുന്നത്, ഒറ്റയ്ക്ക് താമസിക്കാതെ ഭർത്താവ് കഴിഞ്ഞ വർഷങ്ങളാണ് മരിച്ചു പോയത്. ആ സ്ത്രീയില്ലേ, ആരാ? കലച്ചേച്ചിയോ? ആ എടി, നിൻ്റെ ഭർത്താവ് കലച്ചേച്ചിയുടെ കൂടെയാണ്. അത് കേട്ട് ഞാൻ ഞെട്ടി. എന്തായി പറഞ്ഞേ? എടി, മിക്ക ദിവസങ്ങളും രാത്രി അയാൾ അവിടെയാണ് കഴിയുന്നത്. നിൻ്റെ ഭർത്താവല്ലേ, നീ ഒന്നും അറിയുന്നില്ലേ? എടി,
കല്യാണം കഴിച്ച അന്ന് മുതൽ പുള്ളി ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ വരാറുള്ളൂ. ബിസിനസ് ആണെന്ന് പറഞ്ഞ് നടക്കില്ലേ, എവിടെങ്കിലുമൊക്കെ ആകും താമസം. അപ്പോൾ ഇവരുടെ കൂടെ താമസിക്കുന്നതെന്ന് ഞാനെങ്ങനെ അറിയാനാ? ആരും എന്നോട് പറഞ്ഞില്ല. അപ്പോൾ അവൾ പറഞ്ഞു, നിന്റെ അമ്മായിയമ്മയ്ക്കും എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ പേരിൽ പുറത്ത് പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്, നിനക്ക് മാത്രമേ അറിയാതുള്ളൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് ഞാൻ ശരിക്കും പെട്ടെന്ന് ഷോക്കായിപ്പോയി. എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനൊരു പ്രശ്നമുള്ളതായിട്ട് എനിക്കറിയില്ല. എന്നോടായിരുന്നു അയാളുടെ മൽപ്പിടുത്തം എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അവരെ രണ്ടുപേരും കൂടി നാട്ടുകാർ സിനിമാ തിയേറ്ററിൽ വെച്ച് കണ്ടെന്നോ കറങ്ങി നടക്കുമ്പോൾ ചില വഴക്കുകളുണ്ടായെന്നോ ഒക്കെ അവളിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ അതിൻ്റെ പുറകെ പോയി അങ്ങേരുടെ വഴക്കുണ്ടാക്കാനൊന്നും എനിക്ക് വയ്യ, എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾ ഞെട്ടി എന്നെ നോക്കി. എടി, നിനക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു? എൻ്റെ ഭർത്താവ് വല്ലതായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങേര് 2-1 അറിഞ്ഞേനെ വന്ന്. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും കാണിക്കട്ടെ, എനിക്കിപ്പം ഈ ഒരു കുഞ്ഞിനെയും കൊണ്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഞാൻ അവളെ നിസ്സാരവൽക്കരിച്ച് വിട്ടു. എനിക്ക് ആദ്യം ഒരു 2-3 മണിക്കൂർ നല്ല വിഷമം തോന്നി മാഡം. പക്ഷേ പിന്നെ ഞാൻ ഓർത്തു, ഇപ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് വരുന്നതേയില്ല. ഈ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് എന്നോട് സ്നേഹപ്രകടനങ്ങൾക്ക് വന്നിട്ടേ ഇല്ല. അപ്പോൾ ആ സമയത്ത് ആ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടാക്കി കാണും. അവരാണെങ്കിൽ ഒരു മതാലസയാണ്, ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. 40-45 വയസ്സ് കാണും, എങ്കിലും ഒരു ശൃംഗാരിയാണ്. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും. നല്ല തണ്ടും തടിയും തൻ്റെ ഇടവും മിടുക്കൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ പിന്നെ അവരുടെ വരയിൽ വീഴാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതുമാത്രമല്ല, ഞാൻ ഓർത്തതൊരു കാര്യമാണ്, എന്തായാലും എൻ്റെ തൊല്ല കുറഞ്ഞു കിട്ടി, എൻ്റെ തലവേദനയ്ക്കും കുറവുണ്ട്. അവർ വലിയൊരു പിൻവാതിൽ നിയമനക്കാരിയായിരിക്കാം. അവരുമായിട്ട് ഭർത്താവ് നല്ല കംഫർട്ടബിളായി. അവർക്ക് എന്നെക്കാളൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇതൊന്നൊരു പ്രശ്നമല്ല, അവർക്ക് അതൊക്കെ ഇഷ്ടവുമാകും. അങ്ങനെ ഇഷ്ടമുള്ളൊരു പെണ്ണായതുകൊണ്ടാണല്ലോ ഇയാളെ സ്വീകരിച്ച് പ്രണയപൂർവ്വം നടക്കുന്നത്. എനിക്ക് ഇത്ര നാളായിട്ടും സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുന്നുള്ളൂ, ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. ഇങ്ങേരുടെ ഭ്രാന്തൊക്കെ സഹിക്കുന്ന ആ സ്ത്രീ എന്ന് പറയുമ്പോൾ ഇങ്ങേർക്ക് ചേർന്ന ആളായിരിക്കാം. രണ്ടുപേരും ഊടും ഭാവം പോലെയാണ്, ഇരുന്നോട്ടെ, ഒരു പ്രശ്നവുമില്ല. എന്നെ ഉപേക്ഷിച്ച് അങ്ങനെ ആ സ്ത്രീയോട് പോയി അവരെ കെട്ടുകയാണെങ്കിൽ ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. ഞാനായിട്ട് ഭർത്താവിൻ്റെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും. ആ സെറ്റപ്പാണ് എൻ്റെ കുടുംബത്തിനുള്ളത്. അതുകൊണ്ട് തൽക്കാലം മൗനം പാലിക്കാം. അറിഞ്ഞത് അറിഞ്ഞു, എനിക്കെന്താ, എന്തെങ്കിലും കാണിച്ചോട്ടെ. പക്ഷേ ഭാഗ്യത്തിന് പിന്നീട് ഭർത്താവിൻ്റെ അടുത്ത് വന്നില്ല. അവരുടെ കൂടെ പുളച്ചു മതിച്ച് നടക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കാൻ പോയില്ല മാഡം. പക്ഷേ പതുക്കെ നാട്ടിലെല്ലാവരും അറിഞ്ഞു. അമ്മായിയമ്മയ്ക്ക് നേരത്തെ അറിയാം, എൻ്റെ വീട്ടുകാർ പറഞ്ഞു. അത് വലിയ പ്രശ്നമായി. എൻ്റെ അമ്മയും അച്ഛനൊക്കെ വന്നിട്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. അത് വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ആ സമയത്ത് അമ്മായിയമ്മ ഉണർന്ന് പ്രവർത്തിച്ചു. അവളുടെ വീട്ടിൽ പോയി അമ്മായിയമ്മ വലിയ വഴക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട്, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അവനെന്തായാലും അവളെ കെട്ടാനൊന്നും പോകുന്നില്ല, എൻ്റെ മരുമകൾ നീ തന്നെ എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. അമ്മയും അച്ഛനും എന്നെ വന്ന് കണ്ട് ദുഃഖത്തോടു കൂടി സംസാരിച്ചു. ആ സമയത്തൊക്കെ ഞാനും ദുഃഖഭാവം നടിച്ചു. എന്തെങ്കിലും ആട്ടെ, കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി. ഇതിൻ്റെ പേരിൽ വിവാഹമോചനം ഉണ്ടായാൽ അത്രയും നല്ലത്. ഇനി ഉണ്ടായില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിയാൽ മതി എന്നാണ് ഞാൻ വിചാരിച്ചത്. ഹസ്ബൻഡ് ഒരു ദിവസം രാത്രി എന്നോട് ചോദിച്ചു, ഇത്രയും പുകലുണ്ടായിട്ടും നീ എന്നോട് ഒന്നും ചോദിച്ചില്ലോ എന്ന്. ഞാൻ പറഞ്ഞു, എന്ത് ചോദിക്കാനാണ്, നാട്ടുകാർ വീട്ടുകാരെല്ലാം നിങ്ങളോട് ചോദിച്ചില്ലേ, അതിനുള്ള ഉത്തരവും വഴക്കൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഞാനും കൂടെ ചോദിച്ചിട്ട് എന്ത് കാര്യം സാധിക്കാനാ? നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും കാണിക്കൂ, ഞാനത് ഇടപെടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഷോ, നീ ഇങ്ങനെ പ്രതികരിക്കുന്നത് ഞാൻ കരുതിയില്ലെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെയൊക്കെ പ്രതികരിക്കാനേ പറ്റുള്ളൂ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വളർത്തി എങ്ങനെയെങ്കിലും സ്വസ്ഥതയോടെ ജീവിച്ചാൽ മതിയെന്നേ ഉള്ളൂ, നിങ്ങൾ തലകുത്തി നടക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഞാൻ ആ വിഷയം അങ്ങ് വിട്ടു. അതോടുകൂടി ഭർത്താവിന് എന്നോട് ഭയങ്കര സ്നേഹമായി. വേറെ കാര്യത്തൊന്നും വന്നില്ലെങ്കിലും പണമൊക്കെ വാരിക്കൊടുത്തു തന്നു. സ്വർണ്ണാഭരണങ്ങളൊക്കെ എനിക്ക് കൂടുതൽ വാങ്ങിച്ചു തന്നു. ഞാനതൊക്കെ സേവ് ചെയ്യാൻ തുടങ്ങി. എന്നെങ്കിലും ഇതിൽ നിന്ന് വിട്ടുപോകുകയാണെങ്കിലും ജീവിക്കട്ടെ, വീട്ടുകാരെന്തായാലും എന്നെ അതിലും തുണയ്ക്കൊന്നും തോന്നുന്നില്ല. അങ്ങനെ ഒരു ദിവസമില്ലേ മാഡം, കുഞ്ഞിന് ഏകദേശം 1 വയസ്സായി കഴിഞ്ഞപ്പോഴാണ് ഒരു ഫംഗ്ഷന് ഞാൻ പോയി. കുഞ്ഞിനെ കൊണ്ട് ഞാൻ മാത്രമാണ് പോയത്. അന്ന് അമ്മായിയമ്മയ്ക്ക് പനി പിടിച്ചിരിക്കുകയാണ്, കുടുംബ ഫംഗ്ഷനാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചേച്ചിയെ കണ്ടു. ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ആ ചേച്ചിയെ കാണുന്നത്. ബന്ധുക്കൾക്കൊക്കെ ഈ കാര്യം അറിയാമല്ലോ. അവർ കുശിശുത്തോണ്ട് ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. ഇനി ഞാനും വഴക്കുണ്ടാക്കുമെന്ന് അവർക്കൊരു സംശയം കാണും. എന്തായാലും അവരെന്നെ നോക്കി ജസ്റ്റ് ഒന്ന് പുഞ്ചിരിച്ചു, ഞാനും ചിരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു വശത്തോട്ട് അങ്ങ് പോയി. മാഡം, എന്തിനാണ് എനിക്ക് അവരുടെ വിരോധം? എനിക്കൊരു വിരോധവുമില്ല.
ഇതെല്ലാം കഴിഞ്ഞ് ഫംഗ്ഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരാൻ നേരത്ത് ഒരു ഓട്ടോയ്ക്ക് പോകണം എന്ന് വിചാരിച്ചാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. ഹസ്ബൻഡ് വന്നിട്ടില്ലോ. ആ സമയത്ത് അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം, കുഞ്ഞിനെയും കൊണ്ടങ്ങ് പോകണമെന്ന് പറഞ്ഞു. ഇല്ലില്ല, ഞാനും വരുന്നുണ്ട്, നമുക്കൊരു ഓട്ടോ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഓട്ടോ വിളിച്ചു. അങ്ങനെ ആ ഓട്ടോയിൽ കയറി ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വരികയാണ്. അപ്പം അവരുടെ വീടിൻ്റെ അതിലൂടെയാണ് വരുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, വീട്ടിലൊന്ന് കയറിയിട്ട് പോകാമെന്ന്. ഞാൻ പറഞ്ഞു, വേണ്ട ചേച്ചി, എനിക്ക് പെട്ടെന്ന് പോകണമെന്ന്. അതല്ല, നീ എൻ്റെ കൂടെ വരണം, ഒരു അരമണിക്കൂർ നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്. ഞാൻ പറഞ്ഞത് നീ ഒന്ന് കേൾക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല ചേച്ചി, എൻ്റെ ഹസ്ബൻഡും തമ്മിൽ എന്തായെന്ന് പറഞ്ഞാലും അതിൻ്റെ പേര് ചേച്ചിയോട് വഴക്കുണ്ടാക്കാൻ ഞാൻ വരില്ലെന്ന് പറഞ്ഞു. എടി നീ വാ, എനിക്ക് സംസാരിക്കണം, മനസ്സ് തുറക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ വീട്ടിൽ ഞാനൊന്ന് കയറി. മാഡം, കുഞ്ഞുറങ്ങിയിരുന്നു. അവിടെ ഒരു സോഫയിലേക്ക് കുഞ്ഞിനെയും കിടത്തി. അത് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിനോട് പറയാൻ തുടങ്ങി, നീയും നിൻ്റെ ഭർത്താവും തമ്മിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അവൻ അതേപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, നല്ല രീതിയിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അവന് എന്നെ ഒത്തിരി ഇഷ്ടമാണ്, അവൻ്റെ ഇഷ്ടങ്ങൾക്കൊക്കെ ഞാൻ കൂട്ടു നിൽക്കുന്നുണ്ട്. എന്തോ ഭർത്താവ് ഇല്ലാതായി കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട ഒരു പുരുഷനാണതെന്ന് പറഞ്ഞു. ഞാനത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചുണ്ടുകൂട്ടി ഒന്ന് ചിരിച്ചു. ചേച്ചി വെച്ചു, എന്താ നിനക്കെന്ന് കേട്ടിട്ട് ഒരു പുച്ഛഭാവമെന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചി, എൻ്റെ ഭർത്താവിനെ എനിക്ക് നന്നായിട്ടറിയാം. സാധാരണ സ്ത്രീകൾക്കൊന്നും അയാളെ സഹിക്കാൻ പറ്റില്ല. നല്ല വട്ട് പിടിച്ച മൂത്ത ഏതെങ്കിലും സ്ത്രീകൾക്ക് മാത്രമേ അയാളെ സഹിക്കാൻ പറ്റുള്ളൂ. ഞാൻ പിന്നെ എൻ്റെ വീട്ടുകാരുടെ സ്വഭാവവും ഈ ഒരു സമൂഹത്തിൻ്റെ സ്വഭാവമൊക്കെ ഓർത്തുകൊണ്ട് അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണ്. അല്ലാതെ അയാളുടെ പ്രവൃത്തികളൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ കുഞ്ഞുള്ളത് കൊണ്ട് ഞാൻ ഉപേക്ഷിച്ചു പോകുന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ചേച്ചി വലിയൊരു സഹായമാണ് ചെയ്തത്. അതെന്താ നീ എങ്ങനെ പറഞ്ഞു ചോദിച്ചപ്പോൾ എനിക്ക് ഈ വേദനയൊക്കെ സഹിച്ച് ഇങ്ങനെ ജീവിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പം സത്യം പറഞ്ഞാൽ മനസ്സമാനത്തോടു കൂടി കിടന്നുറങ്ങാം. അങ്ങേരുടെ ഒരു കാര്യത്തിനും എൻ്റെ അടുത്ത് വരാറില്ല. ചേച്ചി ഉണ്ടല്ലോ, ചേച്ചിക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ചേച്ചി ആയാലും കൂടെ നല്ല ജോഡിപ്പൊരുത്തമുണ്ട്. നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പോകൂ. ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുകയാണെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ ഒഴിഞ്ഞു തരാം. കുഞ്ഞിനെയും കൊണ്ട് ഞാൻ വീട്ടിൽ പോയേക്കാം. ഞാൻ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല. അതുകൊണ്ടാണ്. അത് കേട്ട് ചേച്ചി താടിക്ക് കൈയും കൊടുത്തിരുന്നു. അയ്യോടി, നീ എന്തൊക്കെയായി പറഞ്ഞത്? ഞാൻ നിന്നോട് ക്ഷമ പറയാനും അറിയാതെ സംഭവിച്ചു പോയതാണ്, അറിയാതൊരു ബന്ധമുണ്ടായി എന്നൊക്കെ പറഞ്ഞ് നിന്നോടൊരു മാപ്പ് പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ നീ പറഞ്ഞത് കേട്ട് എനിക്ക് അന്താളിപ്പാണ് വരുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സത്യമാണ് ചേച്ചി, അത് സഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ലെന്ന്. അപ്പോൾ ചേച്ചിനോട് ചോദിച്ചു, എന്താ നീ ഉദ്ദേശിക്കുന്നത്? പിൻവാതിലിൻ്റെ കാര്യമാണോ? അതൊന്നും എനിക്ക് പ്രശ്നമല്ലടി. എൻ്റെ ഭർത്താവിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ആദ്യമൊക്കെ നീ പറഞ്ഞതുപോലെ എനിക്കിത്തിരി പ്രശ്നമായിരുന്നു. പക്ഷെ പിന്നീട് സ്ത്രീകൾക്ക് അത് ഇഷ്ടപ്പെടാമെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കതിൽ പിന്നീട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഭർത്താവ് പെട്ടെന്ന് മരിച്ചു പോയല്ലോ. പിന്നീട് ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആര് വരുമെന്ന് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇവനോട് സംസാരിച്ചപ്പോൾ ഇവന് ഇത് മാത്രമാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നുമോളെ, അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് ഒത്തിരി സന്തോഷമായി. അതുകൊണ്ടാണെടി ഞങ്ങൾ തമ്മിൽ ഇത്രയും പൊരുത്തം. അതെനിക്കറിയാം, അല്ലാത്തൊരു സ്ത്രീയും അയാളുമായിട്ട് പൊരുത്തപ്പെടില്ലെന്ന്. എന്തായാലും നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. എന്തായാലും നീ അവനെ ഇടയ്ക്കിടയ്ക്കൊന്ന് കൺസിഡർ ചെയ്യണം കേട്ടോ. അവന് നിന്നെ ഇഷ്ടമൊക്കെയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി ഉള്ളപ്പോൾ എൻ്റെ കൺസിഡറേഷൻ അയാൾക്ക് എന്തിനാണ്? ചേച്ചി ഇങ്ങനെ വിശാലമായിട്ടിരിക്കുകയല്ലേ. എടി, നിനക്ക് ഇത്ര നാളായിട്ടും അവൻ്റെ കാര്യങ്ങളൊക്കെ സഹിച്ചിട്ടും ഒരു രസമൊന്നും വന്നില്ലേ? ഞാൻ പറഞ്ഞു, എനിക്കിതുവരെ ഇതിൽ ഒരു രസവും തോന്നിട്ടില്ലെന്നും. അപ്പോൾ ചേച്ചി പറഞ്ഞു, നല്ല രസമാടി, പല പൊസിഷൻസും നീ നോക്കണം, അപ്പോൾ രസിക്കും. അല്ലാതെ അവൻ വരുമ്പോഴേക്കും അയ്യോ വേണ്ടായേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രസം തോന്നില്ല. അങ്ങ് അറിഞ്ഞ് പെരുമാറണം മോളെ. നീ കുതിരപ്പുറത്തൊക്കെ ഒന്ന് കയറി നോക്കടി, നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് കുതിരപ്പുറത്തും കയറാൻ വയ്യ, കഴുതപ്പുറത്തും കയറാൻ വയ്യ, എനിക്കൊരു രീതിയിൽ രസമല്ല. ചേച്ചി അങ്ങ് മാനം ചെയ്യേ, ഞാൻ പോയിക്കോട്ടെ, എനിക്ക് ചേച്ചിയോട് യാതൊരു വിരോധവും ഇല്ലെന്ന് പറഞ്ഞു. എന്തായാലും എൻ്റെ മോളെ, നിന്നെ വേദനിപ്പിച്ചെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിൻ്റെ നമ്പർ എനിക്ക് തരണം കേട്ടോ, ഇടയ്ക്ക് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അത് വേണ്ട ചേച്ചി എന്ന് പറഞ്ഞിട്ടും ചേച്ചി നിർബന്ധിച്ച് മേടിച്ചു. പിന്നീട് ചേച്ചി ആഴ്ചയിലൊരിക്കൽ എന്നെ വിളിക്കാൻ തുടങ്ങി. പിന്നെ ചേച്ചിയോട് പറഞ്ഞു, എൻ്റെ ഭർത്താവല്ലാതെ 10-22 വയസ്സുള്ള ഒരു ചെക്കനുമായിട്ട് ചേച്ചിക്ക് ഒരു പ്രേമബന്ധം പോലെയുണ്ട്. എൻ്റെ ഭർത്താവുമായിട്ട് പ്രേമബന്ധമല്ല, അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ളൊരു ബന്ധമാണ്. പക്ഷേ മറ്റേ കൊച്ചു പയ്യന് മുൻവാതിലുകളും പ്രണയമൊക്കെയാണ് ഇഷ്ടം. അവനാണെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക്കായിട്ടാണ് ചേച്ചിയോട് ഇടപെടുന്നതെന്ന് പറഞ്ഞിട്ട് ചേച്ചി അതേപ്പറ്റി എന്നോട് വിവരിച്ചു. ചെക്കന് മൂത്ത
കരിക്കിനോടുള്ള സ്നേഹവും മുന്തിരി മുട്ടുകളോടുള്ള സ്നേഹവും ഒക്കെ ചേച്ചി നന്നായിട്ട് വിവരിച്ചു തന്നു. ആ സമയത്ത് ആദ്യം ഞാൻ എനിക്കതൊന്ന് കേൾക്കണ്ടെന്ന് പറഞ്ഞെങ്കിലും ചേച്ചി പിന്നീട് എൻ്റെ ഭർത്താവിൻ്റെ കാര്യമല്ല, ആ ചെക്കൻ്റെ കാര്യമാണ് വിവരിക്കുന്നത്. നിന്റെ ഭർത്താവിൻ്റെ കാര്യം കേൾക്കാൻ നിനക്ക് ഇഷ്ടമല്ലല്ലോ, ഇതെങ്കിലും ഒന്ന് കേൾക്കടി. നിനക്ക് സ്നേഹപൂർണ്ണമായ ബന്ധം ഇതുവരെയും അനുഭവിച്ചറിയാത്തതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. ചേച്ചി അങ്ങനെ പറഞ്ഞ് എനിക്ക് പ്രശ്നങ്ങൾ അങ്ങ് ഇളകി, പ്രശ്നങ്ങൾ ഒഴുകാൻ തുടങ്ങി. ഞാൻ ചേച്ചിയോട് പക്ഷേ പറഞ്ഞില്ല. ചേച്ചി പക്ഷേ സ്വന്തം കാമുകൻ്റെ രീതിയിൽ അവൻ്റെ കാര്യമാണ് എന്നോട് എപ്പോഴും പറഞ്ഞത്. പിന്നീട് ഒരു ദിവസം ഒരു വീഡിയോയും അയച്ചു തന്നു മാഡം. ആ ചെക്കൻ്റെ ബോഡി സ്ട്രക്ചറും ചെയ്തികളുമൊക്കെ കണ്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അവൻ ശരിക്കും സ്നേഹിക്കുന്നൊരു കാമുകനാണ്. ചേച്ചി ഒരു ഭാഗ്യവതിയാണ്. ആ വീഡിയോ ഞാൻ എത്ര വട്ടം കണ്ടെന്നറിയില്ല. ഒരു രാത്രി മുഴുവനും ഞാൻ കണ്ടു മാഡം. പുഴ ഒഴുകുന്ന പോലെയായിരുന്നു എൻ്റെ മനസ്സ്. രാവിലെ ആയപ്പോഴേക്കും ഞാൻ ഓർത്തു, ചേച്ചിയുടെ സൗഭാഗ്യം എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന്. എൻ്റെ മനം പോലെ ചേച്ചിയോട് ചോദിച്ചു, എടി വീഡിയോ നീ കണ്ടോന്ന്. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടു. നീ അത് പിന്നെയും കണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെയും ഒന്നും ഞാൻ കണ്ടില്ല, ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്നും. ഇടി വേറൊരു പെണ്ണാണെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളയില്ല, അത് വീണ്ടും കാണും. നിനക്കെന്തോ കാര്യമായ കുഴപ്പമുണ്ട്, നീ റിലേ പോയൊരു കേസാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് ചേച്ചി എന്നെ കളിയാക്കി ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇടി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എപ്പോഴായാലും പറഞ്ഞാൽ മതി, ചെക്കൻ റെഡിയാണ്. അവൻ എൻ്റെ കസ്റ്റഡിയിലുള്ള ചെക്കനാണ്. ഞാൻ പറഞ്ഞാൽ അവൻ നിന്നെ പുതിയൊരു സ്വർഗത്തിലേക്ക് എത്തിക്കും. നിനക്ക് വേണ്ടത് നിൻ്റെ ഭർത്താവിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളല്ലല്ലോ. യഥാർത്ഥത്തിൽ പക്ഷേ ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നുള്ള നോർമൽ കാര്യങ്ങൾ നിനക്കറിയാൻ ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ടെങ്കിൽ ചേച്ചിയോട് നീ ഒരു വാക്ക് പറ, എല്ലാം ഞാൻ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്ന് പോ ചേച്ചി, ചേച്ചിയുടെ സ്വഭാവമല്ല എൻ്റെത് എന്നൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്തു. പിന്നെയും ചേച്ചി ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പാതി സമ്മതമായി. പിന്നെയും ചേച്ചി പറഞ്ഞു, എടി എനിക്കൊരു പ്രായശ്ചിത്തം ചെയ്യാൻ നീ ഒന്ന് സമ്മതിക്കൂ പ്ലീസ്. ഇത് സേഫാണ്, നിൻ്റെ ഹസ്ബൻഡ് അറിയില്ല, അവനെ ഞാൻ മാനം ചെയ്തോളാം. നിനക്ക് നല്ലൊരു അവസരം ഞാൻ ഉണ്ടാക്കിത്തരാം. ഞാൻ ചെയ്തത് നിന്നോടുള്ള തെറ്റാണ്, അത് ഞാൻ തിരുത്തി തരികയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയെ ഞാൻ വിശ്വസിച്ചു. അങ്ങനെ കുഞ്ഞിനെ അമ്മായിമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ക്ഷേത്രത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. ചെക്കൻ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ദൈവമേ, വീഡിയോയിൽ കണ്ടപ്പോൾ അവൻ ഇത്രയും സുന്ദരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അവനെ കണ്ടാൽ ഏതൊരു പെണ്ണും ഓടിക്കയറുമെന്ന് എനിക്ക് തോന്നിപ്പോയി. അടുത്ത് നിന്നപ്പോൾ ആൺഗന്ധം അതെന്നെ മത്തുപിടിക്കുന്നതിൽ എനിക്ക് തോന്നിപ്പോയി. കാര്യം ഒത്തിരി പ്രതീക്ഷിച്ചാണ് ഞാൻ ഓടി വന്നത്. പ്രതീക്ഷയ്ക്ക് മേലെയാകുമ്പോൾ ഉടനെ തന്നെ വേണം എല്ലാം എന്നുള്ള നിലയിലായിരുന്നു. അവനും എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചേച്ചി പറഞ്ഞു, അകത്തേക്ക് പോയിക്കോളൂ, 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും എല്ലാം തീർത്തിറങ്ങിയാൽ മതിയെന്ന്. എൻ്റെ തലയ്ക്കും മത്തു പിടിച്ചതുപോലെയായിരുന്നു. ചെക്കൻ ആദ്യം മുതൽ അവസാനം വരെ എന്നെ സ്നേഹം കൊണ്ട് നന്നായി വീർപ്പ് മുട്ടിച്ചു. ചേച്ചി അവനോട് ആദ്യമേ പറഞ്ഞു, അവൾക്ക് സ്നേഹം കിട്ടിയിട്ടില്ല, എല്ലാം വളരെ സ്ലോ ആയിരിക്കണം, അവൾ എല്ലാം അറിയണം. അവളുടെ ഭർത്താവ് വേറെ ടൈപ്പാണ്, നിന്നെപ്പോലെയല്ല, റൊമാൻസ് വേണം കുട്ട എന്നൊക്കെ ചേച്ചി എൻ്റെ കൺമുന്നിൽ വെച്ച് പറഞ്ഞിരുന്നു. അവന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല, എല്ലാം കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് വെച്ച പോലെയാണ്. എനിക്ക് അന്ന് പൊഴിഞ്ഞത് തേന്മഴയായിരുന്നു. പൂമഴയും പുതുമഴയും പൊഴിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് അതൊരു സ്ഥിരം കാര്യമായി. ചെക്കനും ഞാനും തമ്മിൽ യഥാർത്ഥ രീതിയിലുള്ള ഒരു ലവ് ട്രാക്ക് അവിടെ ഓടുന്നുണ്ടായിരുന്നു. ചേച്ചിക്കതിൽ ഒരു പ്രശ്നവുമില്ല. ചേച്ചിക്ക് അവനോട് ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചതുപോലെയല്ല, അവർക്ക് വേറെ നല്ലൊരു മനസ്സുണ്ടെന്ന് എനിക്ക് മനസ്സിലായി മാഡം. പിന്നീട് ചെക്കനും ഞാനും കൂടി കൂടുതലെടുത്തു. ഹസ്ബൻഡ് ഇല്ലാത്തപ്പോൾ അവനിപ്പോൾ മതിൽ ചാടി എൻ്റെ വീട്ടിൽ വരാറുണ്ട് മാഡം. ഇതിനകത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് എനിക്ക് ഹസ്ബൻഡിൻ്റെ ചില കാര്യങ്ങൾ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, പിൻവാതിൽ നിയമനങ്ങൾ. ഇവൻ വന്നു കഴിഞ്ഞതിൽ പിന്നെ എനിക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ല മാഡം. പിൻവാതിലുകൾ അവന് ഇഷ്ടമല്ല. ഞാൻ നിർബന്ധിച്ച് അവനെ കൊണ്ട് പിൻവാതിലുകൾ തള്ളിത്തുറപ്പിച്ചു. ആദ്യം അവന് ഇഷ്ടമല്ലായിരുന്നു, എങ്കിലും ഇപ്പോൾ അവൻ എൻ്റെ ഇഷ്ടത്തിന് വരുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ എനിക്ക് എല്ലാം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. ചേച്ചി പറഞ്ഞതുപോലെ 100% എനിക്കൊത്തിരി ഇഷ്ടമാണ്. വീഡിയോയിൽ പെണ്ണുങ്ങളെയൊക്കെ കാണുന്നത് പോലെ തന്നെ എനിക്കും ഇപ്പോൾ ഇഷ്ടമാണ്. ഇതിനിടയ്ക്ക് ഭർത്താവ് ഇപ്പോൾ എന്നോട് ഇൻറ്റിമസി പ്രകടിപ്പിച്ച് വന്നിട്ടുണ്ട്. ഭർത്താവുമായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഭർത്താവ് വരുമ്പോൾ എനിക്ക് ഒരു 0% പോലും ഇഷ്ടമല്ല, ആസ്വദിക്കാനും പറ്റില്ല. പകരം ചെക്കൻ വരുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഒന്നാണെങ്കിലും എനിക്ക് കിട്ടുന്നത് സ്വർഗീയമായ നിമിഷങ്ങളാണ്. എന്താണ് എൻ്റെ സാങ്കേതികത എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇനിയിപ്പോൾ ഈ ബന്ധങ്ങളൊന്നും
എന്താകുമെന്ന് എനിക്കറിയില്ല. അത് എങ്ങനെയെങ്കിലും ആകട്ടെ. ഭർത്താവിന് കുത്തഴിഞ്ഞ് നടക്കാമെങ്കിൽ ഭാര്യയ്ക്കും കുത്തഴിയാനുള്ള അവകാശമില്ലേ മാഡം? അത് അവിടെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എങ്കിലും ഈ വ്യത്യാസം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മാഡത്തിന് എൻ്റെ കഥ കേട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? ഇതിൻ്റെ പൊരുൾ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ സ്ഥായിയായ ഒരു ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ഥായിയായ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ തമ്മിലുള്ള അട്രാക്ഷനോ സ്നേഹമോ അണ്ടർസ്റ്റാൻഡിങ്ങോ ഒക്കെയാണ്. ഇതൊന്നുമില്ലെങ്കിൽ സക്സസ്ഫുള്ളി അത് പോകില്ല. അല്ലെങ്കിൽ അതൊരു ബിസിനസ് പോലെയോ, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടോ, വെറുപ്പുളവാക്കുന്നൊരു കാര്യമായിട്ടോ, നിങ്ങളെപ്പോലെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടോ മാത്രം പോകും. അപ്പോൾ ആദ്യം നിങ്ങളുടെ ഭർത്താവ് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളെ സമീപിച്ച് വളരെ സാവധാനം നിങ്ങളോട് പറയുകയാണ് അയാളുടെ ഇഷ്ടം ഇതാണ്, ഒന്ന് സഹകരിക്കണമെന്നൊക്കെ പറഞ്ഞ് അയാൾ വളരെ നിങ്ങളെ പാമ്പർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഭർത്താവിൽ നിന്നും അത് ആസ്വദിച്ചേനെയും. അതിൽ പ്രശ്നമില്ല. പതുക്കെ പതുക്കെ ആദ്യത്തെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ട് നിങ്ങൾക്കത് ആസ്വദിക്കാനും പറ്റിയേനെ. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഭർത്താവ് വളരെ വേഗം നിങ്ങളുടെ ഇഷ്ടമൊന്നുമില്ലാതെ നിർബന്ധിച്ചാണ് നിങ്ങളിലേക്ക് വന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്കതൊരു ഭീതികരമായ പ്രവർത്തനമായിട്ട് മാറി. അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഭർത്താവിനോട് പ്രേമമോ സ്നേഹമോ ഒന്നുമില്ല, അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണുള്ളത്. അപ്പോൾ ഇതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷേ ഈ വരുന്ന ചെക്കനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, പ്രേമിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ നല്ലൊരു അന്തർധാരയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളുണ്ട്, രണ്ടുപേർക്കും നല്ല മനപ്പൊരുത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ഇണകൾക്ക് പരസ്പരം ഇഷ്ടമാണ്, അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, സ്നേഹം, അതുകൊണ്ടാണ് അത് രസകരമായിട്ട് മാറുന്നത്. എങ്കിൽ മാത്രമേ അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മനസ്സിൻ്റെ ഒരു കാര്യം മാത്രമാണ്, ജസ്റ്റ് ശരീരത്തിൻ്റെ കാര്യം മാത്രമല്ല രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. അതിൽ മനസ്സ് എന്ന് പറഞ്ഞ കാര്യവും വലിയൊരു പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് മനപ്പൊരുത്തം കൊണ്ടുണ്ടാകുന്നതാണ്. ഈ കഥയിൽ ബന്ധങ്ങളെ ഒന്നും ന്യായീകരിക്കുന്നില്ല. പക്ഷെ എന്നാലും ഇതിന് സാങ്കേതികത ഇതാണ്. ഇഷ്ടം, സ്നേഹം, അടുപ്പം, മനസ്സിലാക്കൽ ഇവയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ആസ്വാദകരമാകൂന്ന് ഒരു ബേസിക് തിയറി ഉണ്ടല്ലോ. അതാണ് ഇതിൻ്റെ എല്ലാം കാമ്പും കഴമ്പും.